السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്ന് ഖുറൈശികൾക്ക് ഉറപ്പായപ്പോൾ ഖുറൈശികൾ കുറച്ച് പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു. എന്തെല്ലാം പ്രതിരോധ മാർഗങ്ങളാണ് ഖുറൈശികൾ സ്വീകരിച്ചത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 പ്രതിരോധ മുറകളാണ് അവർ സ്വീകരിച്ചത്. ഒന്നാമതായിട്ട് പരിഹാസം, കള്ളവാരോപണം, പുച്ഛം തുടങ്ങിയതിലൂടെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ദുരാരോപണങ്ങൾ നടത്തുകയും വില കുറഞ്ഞ പ്രചാരണങ്ങൾ നടത്തി അത് പ്രചരിപ്പിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യമായി ഭ്രാന്തനെന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞു, ഉത്ബോധനം അവതരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ, തീർച്ചയായും നീ ഒരു ഭ്രാന്തൻ തന്നെ. മാരണക്കാരൻ, കള്ളവാദി, ഭ്രാന്തൻ എന്നീ പേരുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടച്ചാക്ഷേപിച്ചു. ഖുർആൻ പറയുന്നുണ്ട്, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു താക്കീതുകാരൻ അവരുടെ അടുത്ത് വന്നതിൽ അവർക്ക് ആശ്ചര്യം തോന്നിയിരിക്കുന്നു. സത്യനിഷേധികൾ പറഞ്ഞു, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നീ ഇടറി മാറാകുക തന്നെ ചെയ്യും. തീർച്ചയായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെയാണെന്നവർ പറയുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും സമ്മേളിക്കുന്ന ഈ ദുർബലരായ സത്യവിശ്വാസികളെ ഈ ഖുറൈശികൾ നോക്കിയിട്ട് പരിഹസിക്കും. എന്നിട്ട് പരിഹസിച്ചുകൊണ്ട് പറയും, ഇവരെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അനുഗ്രഹിച്ചിട്ടുള്ളത്. ഇതിന് അള്ളാഹു മറുപടി നൽകി. അതായത് നന്ദി കാണിക്കുന്നവരെ എത്തി അള്ളാഹു നല്ല പോലെ അറിയുന്നവരല്ലേ. രണ്ടാമതായിട്ട് അവർ സ്വീകരിച്ച പ്രതിരോധ മാർഗം, പ്രവാചകൻ ഓതിക്കൊടുക്കുന്ന ഖുർആനിനെ പറ്റി വില കുറഞ്ഞ ആരോപണങ്ങൾ നടത്തി അത് പ്രചരിപ്പിച്ചു. അതായത് ഖുർആനെ പറ്റി പറഞ്ഞത് പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണെന്നും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിണ്ടാക്കിയതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണെന്നൊക്കെ ഖുർആനെ പറ്റി അവർ ആക്ഷേപിച്ചു. ഖുർആൻ പറയുന്നുണ്ട്, ഇത് പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാണ്, ഇവൻ അത് എഴുതി വെച്ചിരിക്കുന്നു, എന്നിട്ടത് രാവിലെയും വൈകുന്നേരവും അവൻ വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു. ഇത് അവൻ കെട്ടിച്ചമച്ച നുണ മാത്രമാകുന്നു. വേറെ ചില ആളുകൾ അവനെ അതിനെ സഹായിച്ചിട്ടുമുണ്ട്. ഇവർക്ക് മുഖ്യമായിട്ടും സംശയമുണ്ടായിരുന്നത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് എന്നീ മുഖ്യമായ വിഷയങ്ങളിലായിരുന്നു. ഇവ ഓരോന്നിനും ഖുർആൻ ഉചിതമായതും വിശദമായതും മറുപടി നൽകിയിട്ടുണ്ട് ഓരോന്നിനും. അതുപോലെ തന്നെ ഒരു ദൈവദൂതൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവദൂതനാവുക എന്നതായിരുന്നു അവരുടെ അടുത്ത സംശയം. അവർ ചോദിച്ചിരുന്നത്, ദൈവദൂതൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ തന്നെ ദൈവദൂതൻ എങ്ങനെയാണ് അങ്ങാടികളിൽ കറങ്ങി നടക്കുന്നത്, മനുഷ്യൻ എങ്ങനെയാണ് ദൈവദൂതനാവുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നത്, മനുഷ്യൻ അള്ളാഹു വെളിപാടിറക്കുകയൊന്നുമില്ല, നീ ഞങ്ങളെ പോലത്തെ ഒരു സാധാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് എന്നാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരുന്നത്. ഇതിനെല്ലാം ന്യായയുക്തമായ വിധത്തിൽ ഖുർആൻ മറുപടി നൽകിയിട്ടുണ്ട്. അടുത്ത ഇവരുടെ സംശയം എന്നത്, മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പുനർജീവിപ്പിക്കപ്പെടുക എന്നതായിരുന്നു. അതായത് അവർ ചോദിച്ചിരുന്നത്, ഞങ്ങൾ മരിച്ച് മണ്ണും എല്ലും ആയിക്കെ തീർന്നതിന് ശേഷം പുനർജീവിക്കപ്പെടുകയോ, ഞങ്ങളുടെ പൂർവ്വ പിതാക്കൾ അങ്ങനെ തന്നെയോ? ഇതായിരുന്നു അവരുടെ അടുത്ത സംശയം. അതായത് മരണാനന്തരം പിന്നീട് അള്ളാഹു എങ്ങനെ നമ്മളെ പുനർജീവിക്കും എന്നായിരുന്നു അവരുടെ അടുത്ത സംശയം. ഈ ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഒരു മനുഷ്യനെ പുനർജീവിപ്പിക്കുക എന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. അത് ഖുർആൻ പറയുന്നുണ്ട്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹുവിന് അതിനേക്കാൾ നിസ്സാരമായ മനുഷ്യ സൃഷ്ടിയെ പുനരാവിഷ്കരിക്കാനാവില്ലേ എന്ന പ്രസക്തമായ മറുപടിയാണ് ഇതിനെ ഉന്നയിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ഈ പൂർവികരുടെ കെട്ടുകഥകൾ അതായത് ഈ ഖുറൈശികള് പൂർവികന്മാരുടെ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചു വിടുക. അതായത് ഖുർആനിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് ഖുർആനിൽ നിന്ന് ജനങ്ങളെ വിമുഖരാക്കുക എന്നതായിരുന്നു.
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികള് ഈ ജനങ്ങളെ ഖുർആനിൽ നിന്ന് തടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയെങ്കിലും ഖുർആന് ഒന്നെങ്കിൽ നമസ്കാരത്തിലോ അല്ലെങ്കിൽ നമസ്കാരത്തിലല്ലാതെയൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഈ ഖുറൈശികൾ കേട്ട് കഴിഞ്ഞാൽ അവർ ജനങ്ങളോട് പറയും, നിങ്ങൾ ഈ ഖുർആൻ ശ്രവിക്കരുത്, ബഹളം ഉണ്ടാക്കുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനാകും. ഇത് കാരണം അവരുടെ സദസ്സുകളിലും സമ്മേളനങ്ങളിലും പ്രബോധനത്തിന്റെ 5-ാം വർഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജനങ്ങൾക്ക് പാരായണം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ യാദൃശികമായ സമയങ്ങളിലൊക്കെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കേൾപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഖുറൈശി പിശാചുകളിൽ പെട്ടതായിരുന്നു ഈ നദ്ർ ബിൻ ഹാരിസ്. അയാള് ഹിറയിൽ ചെന്നിട്ട് അവിടെ നിന്ന് പേർഷ്യൻ രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ റുസ്തമിന്റെയും അസ്ഫൻദിയാറുടെയും വീരകഥകൾ പഠിച്ചു വന്നിട്ട് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും ഉത്ബോധനം നടത്തുകയാണെങ്കിൽ അവിടെ ഈ നദ്ർ വന്നിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയും, ഖുറൈശ് സമൂഹമേ, അള്ളാഹുവാണ്, ഞാൻ മുഹമ്മദിനേക്കാൾ സുഭാഷിതനാണ്. തുടർന്നുകൊണ്ട് ഈ പേർഷ്യൻ രാജാക്കന്മാര് അയാൾ കളക്ട് ചെയ്ത ഹീറോയിൽ ചെന്ന് കളക്ട് ചെയ്ത ഈ പേർഷ്യൻ രാജാക്കന്മാരുടെയും റുസ്തമിന്റെയും അതുപോലെ തന്നെ അസ്ഫൻദിയാറുടെയും ഒക്കെ കഥകൾ അങ്ങോട്ട് ജനങ്ങൾക്കാണ് വിളമ്പും. അതുകൊണ്ട് എന്ത് ചെയ്യും, ജനങ്ങളുടെ ഈ ശ്രദ്ധ ഖുർആനിൽ നിന്നും തിരിച്ചുവിടും. ഇങ്ങനെയൊക്കെയാണ് ഖുറൈശികള് മുസ്ലിങ്ങൾക്കെതിരെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഇങ്ങനെ ഇവർ ആരോപിച്ച അതുപോലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോപിച്ച് വില കുറഞ്ഞ, അതായത് ഭ്രാന്തൻ, കള്ളവാദി, മാരണക്കാരെന്നൊക്കെ ആരോപിച്ചു. അതുപോലെ തന്നെ ഖുർആനെ പറ്റി അവർ ആരോപണങ്ങൾ നടത്തി പ്രചരിപ്പിച്ചു. ഇതുകൊണ്ടൊക്കെ സാധാരണ ആളുകൾക്ക് ഖുർആനെ പറ്റി വ്യക്തമായിട്ട് ചിന്തിക്കാനോ പഠിക്കാനോ ഇല്ലാത്ത അവസ്ഥ വന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ഖുറൈശികൾ മുസ്ലിങ്ങൾക്കെതിരെ പ്രതിരോധ മുറകൾ ചെയ്തത്. എന്തായാലും അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.